നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് മാർച്ച് 2, 2026. ഇന്ന് ദൈവം നിങ്ങൾക്കൊരു പ്രത്യേക സന്ദേശമുണ്ട്. വളരെ ശക്തമായ സന്ദേശം. നിങ്ങളുടെ യുദ്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ ശത്രുക്കളെക്കുറിച്ച്, നിങ്ങളുടെ വിജയത്തെക്കുറിച്ച്. ദൈവം പറയുന്നു, ഞാൻ നിനക്കായി യുദ്ധം ചെയ്യും, വിജയം നിന്റേതാണ്. ദൈവം ഇന്ന് എന്താണ് പറയുന്നത്? നീ യുദ്ധം ചെയ്യേണ്ട. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ വിചാരിച്ചു, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ദൈവം പറയുന്നു, നീ യുദ്ധം ചെയ്യേണ്ട, ഞാൻ ചെയ്യും. ഈ യുദ്ധം എനിക്കുള്ളതാണ്. 2 ദിനവൃത്താന്തം 20:15. ഈ യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനുള്ളതത്രേ. നിങ്ങളുടെ യുദ്ധം ദൈവത്തിൻ്റെതാണ്. അവൻ ചുമതലയെടുക്കുന്നു. നിന്റെ ശത്രുക്കൾ തോൽക്കും. ചെങ്കടലിൽ ഫറവോന്റെ സൈന്യം മുങ്ങി. യെരിഹോയുടെ മതിലുകൾ വീണു. യോശാഫാത്തിന്റെ 3 ശത്രുക്കൾ പരസ്പരം നശിച്ചു. ദാവീദിന്റെ ഗൊല്യാത്ത് വീണു. നിങ്ങളുടെ ശത്രുക്കളും തോൽക്കും. നിശ്ചലമായി നിന്നു കാണുക. പുറപ്പാട് 14:13. ഉറച്ചുനിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്കുവേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. സ്വയം പ്രതികരിക്കരുത്, പ്രതികാരം ചെയ്യരുത്. നിശ്ചലമായി നിൽക്കുക. ദൈവത്തെ കാണുക. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഒരു രാത്രി കൊണ്ട് 1,85,000 പേർ നശിച്ചു. യോശാഫാത്ത് പ്രാർത്ഥിച്ചു. ശത്രുക്കൾ പരസ്പരം നശിച്ചു. മോശ പ്രാർത്ഥിച്ചു. ചെങ്കടൽ പിളർന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം യുദ്ധം ചെയ്യും. ആരാധനയിൽ വിജയം. യോശാഫാത്ത് യുദ്ധത്തിനു മുമ്പ് എന്തു ചെയ്തു? ആരാധിച്ചു. 2 ദിനവൃത്താന്തം 20:21-22. അവർ പാടിത്തുടങ്ങി സ്തുതിച്ചപ്പോൾ യഹോവ ശത്രുക്കളുടെ നേരെ പതിയിരിപ്പുകാരെ വെച്ചു. ആരാധനയിൽ വിജയമുണ്ട്. നിങ്ങൾ എന്തു ചെയ്യണം? യുദ്ധം ദൈവത്തിന് കൊടുക്കുക. ദൈവമേ, ഈ യുദ്ധം എനിക്കുള്ളതല്ല, അങ്ങേക്കുള്ളതാണ്. വിശ്വസിക്കുക. ദൈവം യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കുക. പ്രാർത്ഥിക്കുക. ദിനംപ്രതി നിങ്ങളുടെ യുദ്ധത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ആരാധിക്കുക. ആരാധനയിൽ വിജയമുണ്ട്. നിശ്ചലമായി നിൽക്കുക. സ്വയം പ്രതികരിക്കരുത്. ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ദൈവത്തിൽ നിന്ന് നേരിട്ട്. മാർച്ച് 2, 2026. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ യുദ്ധം എനിക്കുള്ളതാണ്. നീ ആശങ്കപ്പെടുന്നു, എന്റെ ശത്രുക്കൾ ശക്തരാണ്. ഞാൻ പറയുന്നു, ഞാൻ അവരെക്കാൾ ശക്തനാണ്. നീ വിചാരിക്കുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നു, നീ യുദ്ധം ചെയ്യേണ്ട, ഞാൻ ചെയ്യും. മാർച്ച് മാസത്തിൽ നീ കാണും നിന്റെ ശത്രുക്കൾ തോൽക്കുന്നത്, നിന്റെ എതിരാളികൾ ചിതറിപ്പോകുന്നത്, നിന്റെ വിരോധികൾ പരാജയപ്പെടുന്നത്. ഞാൻ ചെയ്യും. ചെങ്കടൽ പോലെ നിന്റെ ശത്രുക്കളെ മുക്കും. യെരിഹോ പോലെ നിന്റെ തടസ്സങ്ങൾ ഇടിച്ചുകളയും. ഗൊല്യാത്ത് പോലെ നിന്റെ ഭീമൻ പ്രശ്നങ്ങൾ തകർക്കും. നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, നിശ്ചലമായി നിൽക്കുക. എന്നാൽ ഞാൻ യുദ്ധം ചെയ്യും. ഇതെന്റെ വാഗ്ദാനമാണ്. ഇതെന്റെ യുദ്ധമാണ്. വിജയം നിന്റേതാണ്. നീ വിശ്വസിക്കുന്നുവോ? നിനക്കായി യുദ്ധം ചെയ്യുന്ന നിന്റെ ദൈവം. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. യുദ്ധം ചെയ്യുന്ന ദൈവമേ, ഇന്നീ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യുദ്ധത്തിലിരിക്കുന്നവർക്ക് വിജയം നൽകണമേ. ആക്രമണത്തിലിരിക്കുന്നവർക്ക് സംരക്ഷണം നൽകണമേ. തളർന്നവർക്ക് ശക്തി നൽകണമേ. എല്ലാവരും വിജയം അനുഭവിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവസാന വാക്യം. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. അവസാന സന്ദേശം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ യുദ്ധം ദൈവത്തിൻ്റെതാണ്. അവൻ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, ആരാധിക്കൂ, നിശ്ചലമായി നിൽക്കൂ. ദൈവം യുദ്ധം ചെയ്യുന്നു. വിജയം നിങ്ങളുടേതാണ്. ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.